ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്താ ലച്ചു ഡ്രസ്സൊക്കെ മാറിക്കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇപ്പോൾ ലച്ചുവിന് വെക്കേഷനാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അവൾ വെറുതെ റൂമിലിരിക്കുമ്പോൾ ഫുൾ ടൈം ഫോണായിരിക്കും. കാരണം അവളെ ഫ്രണ്ട് നാട്ടിൽ പോയിക്കുക, നെയ്ബർ നാട്ടിൽ പോയിട്ടാണ്. അപ്പോൾ ആകെ ബോറടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഒരു സമ്മർ ക്യാമ്പിന് അവളെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ഡേയ്സൊക്കെ ആയി അവൾ പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് അത് നിങ്ങളെയും കൂടി കാണിക്കാൻ വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ അവൾക്ക് ഒരു 9:15 ആകുമ്പോൾ ഏട്ടൻ്റെ കൂടെ അവൾ പോകണം. ഒരു 9:30 ആകുമ്പോൾ അവിടെ എത്തണം. അപ്പോൾ ഏട്ടൻ കൂടെ പോകുമ്പോൾ ഏട്ടൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇത് ഈ സമ്മർ ക്യാമ്പിൻ ബിൽഡിങ്. അപ്പോൾ ഏട്ടൻ കൂടെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൂട്ടും, തിരിച്ച് വരുമ്പോൾ ഉച്ചവരേ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് തിരിച്ച് വരുമ്പം 1:30 ആകുമ്പോൾ ഇങ്ങോട്ടേക്കും കൂട്ടിയിട്ട് വരും. അപ്പം ഞാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ അവളെ റെഡിയാക്കുക കേട്ടോ. ഈ മുടി കെട്ടുന്നതാണ് മെയിൻ ടാസ്ക്. നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഞാൻ നല്ല ഇവിടെ ഇവിടെ എന്താ പറയുക, മുകളിലൊക്കെ പിടിച്ച് കെട്ടിക്കൊടുത്ത് അതൊക്കെ ഊരലായിരുന്നു ഫസ്റ്റ്. അപ്പം അവൾ ഫ്രണ്ടിലത്തെ മുടി കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കുറേ വളർന്നു. അപ്പോൾ കൂടുതലും കണ്ണിൽ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം ഇങ്ങനെ കുറച്ച് ഇതെടുത്ത് പിന്നിക്കെട്ടുണ്ട്. അത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. ഇല്ലെങ്കിൽ അവൾ കണ്ണിന് താഴ്ത്തിയിടാനാണെങ്കിൽ അവൾ സമ്മതിക്കില്ല. അങ്ങനെ വലുതായിട്ട് വീഴുന്നില്ലെങ്കിൽ അവൾക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അതാദ്യം പിടിച്ച് കെട്ടി വെക്കണം. അപ്പോൾ അങ്ങനെ മുടി കെട്ടാൻ ഭയങ്കര പാടാണ്. അതിനിടയിൽ ചെട കളയണം. ഇപ്പം മുടി കുറച്ച് ലെങ്ത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെട കളയാൻ നല്ല പാടാണ്. അപ്പോൾ അതിനൊരു തല്ലും വഴക്കൊക്കെ കൂടിയിട്ടാണ് മുടി കെട്ടുന്നത്. പക്ഷെ ഇന്നെന്തോ ആൾ നല്ല മുടിലാണ്. അപ്പം അങ്ങനെ നല്ല രീതിക്ക് നിന്ന് തരുന്നുണ്ട്. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഏട്ടൻ ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട്, ബാത്റൂമിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ കൂടെ അപ്പോൾ ആ സമയത്തേക്ക് ചായയും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റും ഏട്ടനും എല്ലാം റെഡി ആവണം. ഒക്കെ കൊണ്ടുപോകാൻ എന്തെങ്കിലുമായിട്ട് എടുത്ത് വെക്കണം. അങ്ങനെ ആകെ ഹറിബറി ആയിരിക്കും. അപ്പം എല്ലാം കഴിഞ്ഞ് അവളെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് ചായ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ അത് ചായയും വെച്ച് കുറേ ടൈം ഇരിക്കും. അപ്പോൾ പിന്നെ റെഡിയാവാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ ചായ കൊടുക്കുള്ളൂ. ഇങ്ങനെ കൊണ്ട് കൊടുത്തോട്ടോ അവർക്ക്. ബൈ പറഞ്ഞ അപ്പം ഞാൻ ഫുഡൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. കാര്യമായിട്ട് നല്ല ചെറുതായിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ മതി. അവർക്ക് ഒരു ബ്രേക്കേ ഉള്ളൂ. അപ്പം ഇതാണ് ഗോൾഡൻ മ്യൂസിക്കൽ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. അവിടെയാണ് ഇവർ പോണത് ലച്ചു. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് വീഡിയോസൊക്കെ മാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോൻ്റെ അവസാനം ആഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകേണ്ട കാരണം അധികമൊന്നും എടുത്തില്ല. അപ്പോൾ വിളിച്ചത് 2-3 ദിവസം മറ്റാണ് പോകണം. അപ്പോൾ അതിൻ്റേതായ ഒരു ഷൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ ഇപ്പോൾ ഓക്കെ കേട്ടോ. ഇപ്പം ഭയങ്കര ഉഷാറാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് വീഡിയോസ് കുറച്ചൊക്കെ ആയിട്ട് മാം എടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.